പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം വീണ്ടും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 34 വർഷം നീണ്ടുനിന്ന ഇടതു ഭരണത്തിന് 2011 വിരാമമിട്ട് മമതാ ബാനർജി നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയിരുന്നു. ഇപ്പോൾ അവർ വീണ്ടും അധികാരം നിലനിർത്തുമോ എന്നതാണ് സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ ചർച്ച. 2011, 2016, 2021 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് 4ാം തവണയും അധികാരത്തിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ഇത്തവണത്തെ മത്സരം മുൻകാലങ്ങളെക്കാൾ കടുപ്പമാകുമെന്നാണ് വിലയിരുത്തൽ. 2011 CPIM നയിച്ച ഇടതുമുന്നണിയുടെ ദീർഘകാല ഭരണത്തെ അവസാനിപ്പിച്ചാണ് മമത അധികാരത്തിലെത്തിയത്. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയതിനു ശേഷം സംസ്ഥാനത്ത് അക്രമവും ഗുണ്ടായിസവും വർദ്ധിച്ചുവെന്ന വിമർശനം പ്രതിപക്ഷം തുടർച്ചയായി ഉയർത്തി. ബൂത്ത് തലത്തിൽ നിന്ന് വോട്ടെടുപ്പ് പ്രക്രിയ വരെ തൃണമൂൽ പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്ന ആരോപണങ്ങളും ഉയർന്നു. എന്നിരുന്നാലും ഈ ആരോപണങ്ങൾക്കിടയിലും തൃണമൂൽ കോൺഗ്രസ് തുടർച്ചയായി തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ സ്വന്തമാക്കി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലെ പരിഷ്കാരങ്ങൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപടികളുടെ ഭാഗമായി ഏകദേശം 91 ലക്ഷം പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ നീക്കം തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടിയായേക്കാമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ പശ്ചിമബംഗാളിൽ അധികാരം പിടിക്കാനുള്ള ശ്രമം ശക്തമാക്കിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന ഭരണവിരുദ്ധ വികാരവും നിയമക്രമ പ്രശ്നങ്ങളും മുതലെടുക്കാനാണ് അവരുടെ ശ്രമം. പ്രത്യേകിച്ച് ആർജിക്കർ ആശുപത്രിയിൽ നടന്ന യുവതി കൊല്ലപ്പെട്ട സംഭവം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. ഈ സംഭവത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുന്നതിനായി കൊല്ലപ്പെട്ട യുവതിയുടെ മാതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ഭാരതീയ ജനതാ പാർട്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇത് സഹാനുഭൂതി വോട്ടുകൾ നേടാനുള്ള നീക്കമായാണ് വിലയിരുത്തുന്നത്. അതേസമയം ബംഗ്ലാദേശ്, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയ കുടിയേറ്റക്കാർക്ക് പൗരത്വ രേഖകളും തിരിച്ചറിയൽ കാർഡുകളും നൽകിയെന്ന ആരോപണം തൃണമൂൽ കോൺഗ്രസിനെതിരെ ശക്തമാണ്. ഈ വോട്ടർമാരാണ് തൃണമൂലിന്റെ പ്രധാന ശക്തി എന്ന വിമർശനവും പ്രതിപക്ഷം ഉന്നയിക്കുന്നു. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപടികൾക്ക് ശേഷം ഈ വ്യാജ വോട്ടുകൾ പുറത്തായെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. ഭരണത്തിനെതിരായ അസംതൃപ്തിയും വോട്ടർ പട്ടികയിലെ മാറ്റങ്ങളും ചേർന്നപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കടുത്ത പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തുടർച്ചയായി 4ാം ഭരണത്തിനായി മമതാ ബാനർജി ശ്രമിക്കുമ്പോൾ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഭാരതീയ ജനതാ പാർട്ടി ഒരുങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പശ്ചിമബംഗാളിന്റെ അടുത്ത രാഷ്ട്രീയ ഘട്ടം നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരിക്കും. ഏത് സാഹചര്യത്തിലും അധികാരം പിടിച്ചെടുക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഭാരതീയ ജനതാ പാർട്ടി മുന്നേറുമ്പോൾ അധികാരം വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. തെരഞ്ഞെടുപ്പ് തീയതികൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ പശ്ചിമബംഗാളിൽ ഇരു രാഷ്ട്രീയ ശക്തികളും തമ്മിലുള്ള പോരാട്ടം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നു. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, രാജ്യവ്യാപക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ശക്തമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലായാണ് ഇത്തവണത്തെ പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കാക്കുന്നത്. 294 നിയമസഭാ മണ്ഡലങ്ങളിലായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 23-നും 29-നും 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളും 2ാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങളും വിധിയെഴുതും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ സങ്കീർണമാക്കുന്ന പ്രധാന ഘടകമായി മാറിയത് വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പരിശോധനയായ SIR തന്നെയാണ്. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കും, ആരെ അനുകൂലിക്കും തുടങ്ങിയ ചർച്ചകൾ രാഷ്ട്രീയ നിരീക്ഷകരിൽ വ്യാപകമായി ഉയർന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.